ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ വൈറലായിട്ടുണ്ട്. അതിനുശേഷം വരുന്ന വഴിക്ക് പഴകുളം മധുവിൻ്റെ റോഡ് ഷോയ്ക്കിടെ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് നൽകിയൊരു സ്വീകരണമുണ്ട്. അതും വൈറലായിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം. അതിനു മുമ്പേ രാഹുലിൻ്റെ പാലക്കാട് മണ്ണിലേക്ക് തിരിച്ചു വരവും അതുപോലെ രാഹുലിന് സീറ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇത്രയും നാൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളായിരുന്നത്. പക്ഷേ ഇനി ഞാൻ രാഹുലിൻ്റെ തിരിച്ചു വരവ്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് രാഹുലിനെ തിരിച്ചു എടുക്കണം എന്നുള്ളൊരു മുദ്രാവാക്യം കൊണ്ടാണ് ഇനി അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഓരോ വീഡിയോകളും. അപ്പം രാഹുലിനെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുക്കണം, രാഹുൽ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. കാരണം രാഹുലിനെ പാലക്കാട് മത്സരിക്കണമെന്ന് അല്ലെങ്കിൽ രാഹുലിന് പാലക്കാട് സീറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ലൈക്ക് അടിക്കാൻ പറയുമ്പോഴത്തേക്ക് നിരവധി എത്രയോ ആളുകളാണ് അത് ആഗ്രഹിക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നത് കമൻറ്റിലൂടെയും. അപ്പം ഇനിയുള്ള എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോകളും രാഹുലിനെ തിരിച്ച് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലിന് കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ രാഹുലിന് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, പ്രസ്ഥാനത്തിലേക്ക് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കാൻ രാഹുൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഒന്ന് ലൈക്ക് അടിച്ചേരെ. അതുപോലെ പിന്നെ രാഹുൽ ഇനി പ്രസ്ഥാനത്തിലേക്ക് ഇല്ല, രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തകർന്നു നശിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. രാഹുലിനെ പാർട്ടി ഡിസ്മിസ് ഒന്നും ചെയ്തിട്ടില്ല. താൽക്കാലികമായിട്ട് ഒരു നിശ്ചിത കാലയളവിൽ അതിന് ഈ പ്രസ്ഥാനം പറയും, ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ രാഹുലിനെ തിരിച്ചെടുക്കും, ചിലപ്പം കുറച്ച് മാസം കൂടെ കൂടുതൽ പോകും, ഒരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, ഒരു അച്ചടക്ക ലംഘനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോഴും ഒരു കാര്യം നോക്കണം, ഈ അച്ചടക്ക ലംഘനം നടത്തിയ ആളുകൾ ഇപ്പോഴും ഈ ഒരു പ്രസ്ഥാനത്തിൽ മത്സരിക്കുന്നുണ്ട്, ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ അതൊരു ബാധകമായിരിക്കണം. 2-3 ആളുകളുടെ അവരുടെ സ്വാർത്ഥത കൊണ്ടിട്ടാണ് രാഹുൽ ഇപ്പം പുറത്ത് നിൽക്കുന്നതെന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം. പക്ഷേ ഇനി രാഹുലിനെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി തകർന്നു, രാഹുൽ ഇനി ഈ ഒരു പ്രസ്ഥാനത്തിലേക്കില്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, രാഹുലിനെ ഡിസ്മിസ് ഒന്നും ചെയ്തിട്ടില്ല. രാഹുലിനെ താൽക്കാലികമായിട്ട് പാർട്ടി ഒന്ന് പുറത്താക്കി നിർത്തിയേക്കുന്നതേ ഉള്ളൂ. അത് രാഹുലും പറഞ്ഞിട്ടുണ്ട്. പ്രസ്ഥാനം എന്ന് വിളിക്കുന്നു അന്ന് രാഹുലും കൈ നീട്ടി പ്രസ്ഥാനത്തിലേക്ക് വരും. പ്രസ്ഥാനം മത്സരിക്കാൻ പറയുകയാണെങ്കിൽ മത്സരിക്കും, അല്ലെങ്കിൽ പിന്മാറിയിരിക്കും. ഇനി മരണം വരെ അങ്ങനെ ആയിരിക്കും. പ്രസ്ഥാനം മരണം വരെ തന്നെ പാർട്ടിയിലേക്ക് വിളിച്ചില്ലെങ്കിൽ താൻ ആ പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുമെന്നാണ് രാഹുലും പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ കാണിച്ചിട്ട്, ആഷ്മിയുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, എത്ര പേര് കണ്ടിട്ടുണ്ട്, കാണാത്ത ആളുകൾ ഇനിയുണ്ട്. ആ ഒരു ഇൻ്റർവ്യൂ ഫുള്ള് കാണാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ അതെല്ലാം അതും ഞാൻ വെച്ച് തരാം. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ സൈഡിലൊരു വീഡിയോ കൊടുക്കാം. മറ്റേ പാലക്കാടിലേക്ക് എന്ത് ഇതുണ്ടെങ്കിലും, എന്ത് ആഘോഷം ഉണ്ടെങ്കിലും രാഹുൽ ആദ്യം ഓടിച്ചില്ലെന്നത് പാലക്കാട്ടേക്കാണ്. പാലക്കാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹവും ആ ഒരു സ്വീകരണമാണ് നിങ്ങളിപ്പം ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട്ടിലേക്ക് പോകുന്നു. പാലക്കാട്ടിലെ ജനങ്ങൾ വമ്പൻ സ്വീകരണമാണ് കൊടുക്കുന്നത്, വമ്പൻ സ്വീകരണം. ഇപ്പോഴും രാഹുൽ MLA തന്നെയാണ്, ഇപ്പോഴും MLA, പാലക്കാട്ടിലെ ജനങ്ങൾക്ക് MLA തന്നെയാണ്. രാഹുൽ രാജിയൊന്നും വെച്ച് പോയിട്ടില്ല. പാലക്കാടിലെ MLA രാഹുൽ തന്നെയാണ്. അത് മാറണമെങ്കിൽ അടുത്ത പിഷാരടിയോ അത് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പിഷാരടി ജയിച്ചെന്നിരിക്കാം, ചിലപ്പോൾ തോറ്റെന്നിരിക്കാം. അടുത്ത ആരാണോ ഇനി MLA ആയിട്ട് വരുന്നത്, അപ്പോൾ മാത്രമേ രാഹുലിൻ്റെ ആ ഒരു ചുമതല പാലക്കാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൊരു കർത്തവ്യം അത് പൂർത്തിയാകത്തുള്ളൂ. ഇപ്പോഴും പാലക്കാട്ടുകാർക്ക് രാഹുൽ തന്നെയാണ് MLA. എന്താവശ്യം ഉണ്ടെങ്കിലും എന്താവശ്യത്തിന് രാഹുൽ ഉടനെ ഓടിപ്പോകുന്നത്, ജനങ്ങൾ വിളിക്കുമ്പോൾ ഓടിപ്പോകുന്നത് പാലക്കാട്ടിലേക്കാണ്. പാലക്കാട്ടിലെ ആ ഒരു പെരുന്നാളിൻ്റെ സ്വീകരണമൊക്കെ കഴിഞ്ഞിട്ട് രാഹുൽ വരുന്ന വഴിക്ക് റാന്നിയിൽ വെച്ചിട്ട് പഴകുളം മധുവിൻ്റെ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പം രാഹുലിനെ കണ്ടതുകൊണ്ടല്ലോ കോൺഗ്രസ് പ്രവർത്തകർ വണ്ടി നിർത്താൻ പറയുന്നു, രാഹുലിനെ കെട്ടിപ്പിടിക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. എന്താ സ്നേഹം നോക്കണം. അതാണ് രാഹുൽ എന്നൊരു വ്യക്തി. ഇത്രയും സ്വീകരണം വേറെ ആർക്ക് കിട്ടും? ഭരണപക്ഷത്തായിക്കോട്ടെ പ്രതിപക്ഷത്തായിക്കോട്ടെ. നിങ്ങൾ നോക്കണം, പാലക്കാട്ടിൽ MLA ആണ്. ഇതിലൂടെ തന്നെ, ഈ റാന്നിയിൽ കണ്ട ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, പാലക്കാട് എന്നല്ല ഏത് ജില്ലയിൽ, കേരളത്തിൻ്റെ ഏത് ഭാഗത്തും രാഹുൽ പോയാലും രാഹുലിനെ ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ളൊരു തെളിവാണത്. കാരണം അത്രമാത്രം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ എന്തായാലും രാഹുലിനെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എടുത്തു കളയാൻ നമ്മളാരും സമ്മതിക്കല്ലേ. രാഹുലിനെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യണം. അതുവരെ
നമ്മൾ പോരാടണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉറപ്പായിട്ടും ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാവരും രാഹുലിനെ തിരിച്ച് കോൺഗ്രസ്സിലേക്ക് കൊണ്ട് ഇടുന്ന വീഡിയോയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാവരും പിന്തുണയ്ക്കുന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, അല്ലാതുള്ള ആളുകളൊന്നും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. രാഹുലിൻ്റെ പതനം ആഗ്രഹിക്കുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പം ഞാനിവിടെ ആ ഒരു വീഡിയോ വെച്ച് തരാം. ഈ പറഞ്ഞിട്ടുള്ള റാന്നിയിൽ വെച്ചിട്ട് പഴകുളം മധുവിൻ്റെ റോഡ് ഷോയ്ക്കിടെ പ്രവർത്തകർ കൊടുക്കുന്ന ആ ഒരു സ്നേഹ സമ്മാനവും സ്നേഹമൊക്കെ ഒന്ന് കാണുന്ന ഷെയ്ഖാൻ്റെയൊക്കെ കൊടുക്കുന്നു. രാഹുലിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അതുപോലെ പ്രവർത്തനത്തിന് ഇറങ്ങാൻ പറയുന്നു. അപ്പോൾ രാഹുൽ വിസമ്മതിച്ച് വേണ്ട, ഞാൻ പോവാ, കുഴപ്പമില്ല, നിങ്ങൾ പ്രവർത്തനം നടക്കട്ടെ എന്ന് പറഞ്ഞു. 10,000 വോട്ടിൽ കൂടുതൽ ജയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് രാഹുൽ അവിടുന്ന് പോകുന്നത്. എന്നാലും അതൊന്ന് കണ്ടു നോക്കേ. കാരണം സത്യം പറഞ്ഞാൽ അത് കാണുമ്പോണ്ടല്ലോ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് ഈ ഒരു ഇലക്ഷനിൽ രാഹുലും കൂടെ ഒന്ന് വേണമായിരുന്നു അല്ലേ? അത് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു ആരോപണം വന്നില്ലായിരുന്നെങ്കിൽ ഇതുപോലെ പാർട്ടിയുടെ മുമ്പിൽ നിന്നിട്ട് ഓരോ പ്രവർത്തനത്തിനും പ്രകടനങ്ങൾക്കെല്ലാം മുമ്പിൽ നിന്ന് ഈ ഒരു പാർട്ടിയെ നയിക്കേണ്ട ഒരാളായിരുന്നു അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ കാണുമ്പോണ്ടല്ലോ സങ്കടം വരുവാണ്. ആ ഒരു വ്യക്തിയെ ഒരിക്കലും ശരിയായിട്ടില്ല. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിലും ആ ഒരു വ്യക്തിക്ക് സീറ്റ് നിഷേധിച്ചതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം ഇപ്പം പിഷാരടി പാലക്കാട് പ്രവർത്തനം നടത്തുമ്പോഴത്തേക്ക് അതൊക്കെ കാണുമ്പോണ്ടല്ലോ ആ ഒരു സ്ഥാനത്ത് ഈ ഒരു ആരോപണം രാഹുലിനെ തകർക്കാനെ കൊണ്ട് ഈ ഒരു കള്ളക്കേസ് കൊണ്ട് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നിന്ന് രാഹുലായിരുന്നേനെ അല്ലേ? അതൊക്കെ കാണുമ്പോൾ എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പിഷാരടി ഒരിക്കലും രാഹുലിന് പകരമായിട്ട് പാലക്കാടിൽ വേറെ ആരും വരത്തില്ല, വരാനും പോകുന്നില്ല. അതങ്ങനെ തന്നെയാണ്. എന്നാലും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. റാന്നിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കെട്ടിപ്പിടിച്ചു കോൺഗ്രസ് പ്രവർത്തകർ. വാഹനത്തിനുള്ളിൽ ഇരുന്ന രാഹുലിനെ കെട്ടിപ്പിടിക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു. രാഹുലിനോട് സ്നേഹം മാത്രമുള്ള കോൺഗ്രസ് പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. സി കെ അഭിലാലുണ്ട്. അഭിലാൽ, ഈ കാലയളവിലൊക്കെ, അതായത് പട്ടിക, കെ സുധാകരൻ വിഷയ സമയങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പാർട്ടിക്ക് വേണ്ടി അതിശക്തം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പാരലൽ വേൾഡിൽ എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്താണ് എങ്ങനെയാണ് പ്രവർത്തകരുടെ സ്നേഹം രാഹുലിനോടുള്ള? പ്രചാരണത്തിനൊപ്പം ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണോ? റാന്നിയിലെ UDF സ്ഥാനാർത്ഥി KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പഴകുളം മധുവാണ്. അദ്ദേഹത്തിന്റെ റാന്നി മണ്ഡലത്തിലെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള റോഡ് ഷോ കടന്നു പോകുന്ന വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാഹനത്തിൽ ആ വഴി വന്നത്. തുടർന്ന് പ്രവർത്തകരെ കണ്ടപ്പോൾ വാഹനം വേഗത കുറച്ച് കടന്നു പോവുകയും പിന്നീട് നിർത്തുകയുമാണ് ഉണ്ടായത്. രാഹുലിനെ തിരിച്ചറിഞ്ഞ പ്രവർത്തകർ അദ്ദേഹത്തോട് സ്നേഹ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് വാഹനത്തിന് അടുത്ത് കൂടുകയാണ് ചെയ്തത്. ഈ ഘട്ടത്തിലാണ് മാധ്യമപ്രവർത്തകർ കൂടി അദ്ദേഹത്തെ സമീപിച്ചത്. പ്രചരണത്തിന് ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചപ്പോൾ പാലക്കാട് നിന്നും റാന്നി വഴി അടൂരിലെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത്. പ്രചരണത്തിന് ഇറങ്ങുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചതുമില്ല. എന്തായാലും രാഹുലിനെ കണ്ട് അടുത്തുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനും അതോടൊപ്പം തന്നെ കയ്യിൽ സ്പർശിച്ചു മടങ്ങാനും ഒക്കെ തന്നെ വലിയ താല്പര്യം കാണിക്കും. എന്താ അല്ലേ, ആ പ്രവർത്തകരെയൊക്കെ ഒരു സന്തോഷം കണ്ടില്ലേ? ആ പ്രവർത്തകരെയൊക്കെ ഒരു ഊർജം കണ്ടില്ലേ? രാഹുൽ എന്നൊരു വ്യക്തിയെ കണ്ടപ്പോഴത്തേക്ക് ആ പ്രവർത്തകരെയൊക്കെ ഒരു എനർജി കണ്ടില്ലേ? അതാണ് രാഹുൽ ഈ പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ, ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് കേട്ടോ. രാഹുലിൻ്റെ ഇപ്പോൾ ഈ വരുന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രാഹുലിൻ്റെ ആ ഒരു ചെറിയൊരു രാഹുൽ ഇല്ലെന്നല്ല, രാഹുൽ ഇപ്പോഴും പ്രസ്ഥാനത്തിൻ്റെ പുറത്തിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്ത് വിഷയം വന്നാലും ഫേസ്ബുക്കിലൂടെ രാഹുൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് രാഹുൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. പക്ഷേ രാഹുൽ മുൻപന്തിയിൽ ഇറങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രസ്ഥാനത്തിന് ഒരു വിജയത്തിലേക്കുള്ളൊരു വിജയം തന്നെയാണ്. പിന്നെ അതിനകത്ത് നമുക്ക് പറയേണ്ടത് അത് വിജയത്തിലേക്കുള്ളൊരു പാത തുറക്കുന്നൊന്നല്ല, വിജയിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ തന്നെ പറയാമായിരുന്നു. പക്ഷേ എന്തോ ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളിയെ മാറ്റി നിർത്തിയത് ഒട്ടും ശരിയായില്ല. ഇത്രയും ജനപിന്തുണയുള്ള ഒരാളെ, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ മാറ്റി നിർത്തിയത് അത് ഒരിക്കലും ശരിയായില്ല, ഒട്ടും ശരിയല്ല. ഈ പ്രസ്ഥാനത്തിലുള്ള പല ആളുകളും പല ലീഡേഴ്സും അത് കണ്ടില്ലെന്ന് നടിച്ചു. ഒരിക്കലും ശരിയായില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഞാനിവിടെ യാദൃച്ഛികമായിട്ട് കണ്ടതാണ് രാഹുലിൻ്റെ ഒരു വീഡിയോ. സത്യപ്രതിജ്ഞ ചടങ്ങിൽ രാഹുൽ പറയുന്ന കാര്യങ്ങളും ആ ഒരു സത്യപ്രതിജ്ഞയുടെ വീഡിയോ ഒക്കെ, രാഹുലെ പാലക്കാടിലെ MLA ആയിട്ട് ചുമതലയേറ്റതിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടല്ലോ,
എത്ര ആളുകളെ കണ്ടെന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഞാൻ വെക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ അതിൻ്റെ ഒരു ന്യൂസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സത്യപ്രതിജ്ഞ. അപ്പോൾ 2 MLA-മാരുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായിരിക്കുന്നു. ചേലക്കരയുടെ MLA ആകുന്നു UR പ്രദീപ്. അപ്പോൾ ഇനി മുതൽ UR പ്രദീപ് നിയുക്ത MLA അല്ല, UR പ്രദീപ് MLA. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിൻ്റെ MLA. UR പ്രദീപ് സത്യപ്രതിജ്ഞ ചെയ്തത് സഗൗരവ പ്രതിജ്ഞയാണ് എടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലാണ്. കണ്ടല്ലോ എന്താ അല്ലേ? സത്യം പറഞ്ഞാൽ UDF-ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് രാഹുലിൻ്റെ ഈ ഒരു പുറത്താക്കൽ. രാഹുലിനെ താൽക്കാലികമായിട്ട് പുറത്താക്കിക്കുന്നത് ഭയങ്കര ഈ ഒരു ഇലക്ഷൻ എന്തൊക്കെ പറഞ്ഞാലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, രാഹുലിനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ എന്തായാലും കുറേയൊക്കെ എങ്ങനെ ആയാലും ഒക്കെ അത് സംഭവിക്കൂടെ. രാഹുലിൻ്റെ ഒരു അഭാവം അത് അങ്ങനെ തന്നെയാണ്. രാഹുലിനെ ഇപ്പം പുറത്താക്കിയതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഭയങ്കര നിരാശയാണ്. ഈ ഒരു പ്രസ്ഥാനത്തിനോട് തന്നെ ഒരു അമർഷമൊക്കെ ഉണ്ട്, അതില്ലെന്നല്ല, ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഈ പറഞ്ഞ എനിക്കാണെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായാലും ഇല്ലേ, നിങ്ങൾ പറ. എല്ലാ ആളുകളും ഈ ഒരു ഇലക്ഷൻ്റെ ഒരു 10 വർഷം കാത്തിരുന്നൊരു ഇലക്ഷനാണ് അല്ലേ, 10 വർഷം. ആ ഒരു ഇലക്ഷൻ ഇത്രയും നാളും ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ പ്രസ്ഥാനം ഭരണത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ട് അയാൾ ആ ഒരു ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് 2 മാസത്തിന് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോഴത്തേക്ക് അയാൾക്കുള്ളൊരു വേദന അത് രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നുണ്ട്. കാരണം ഈ ഒരു അല്ലേ ഒന്നും വേണ്ട, പുള്ളിക്ക് പറയാനുള്ളൊരു വാക്കെങ്കിലും ഈ പ്രസ്ഥാനത്തിലുള്ള ലീഡേഴ്സ് ഒന്ന് കേൾക്കാനുള്ള കാര്യമെങ്കിലും ഒന്നും ആ ഒരു മനസ്സെങ്കിലും കാണിക്കുന്നതായിരുന്നു. അത് രാഹുലും പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത്, പരാതിയല്ല, പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ ഇങ്ങനൊരു പരാതികളും ആരോപണങ്ങളും വന്ന സമയത്ത് പാർട്ടി പാർട്ടി എന്ന് പറയുന്നത് ഈ പാർട്ടിയിലുള്ള ലീഡേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ അലവലാദികളുണ്ടല്ലോ, ഇളവന്മാർ, അവർ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണെന്ന് കേട്ടില്ല. ആ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഇത് പരാതിയല്ല എന്നും പറയുന്നുണ്ട്. അത് ഞാനിവിടെ ഒന്ന് വെച്ചുതരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. രാഹുൽ ഇനി പാലക്കാട് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു? താങ്കൾ കോൺഗ്രസിലുള്ള ആളല്ലേ ഇപ്പോൾ നിലവിൽ? കോൺഗ്രസിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും. പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല. ഇപ്പോൾ കോൺഗ്രസ്സിൽ തോന്നുകയാണ് ആജീവനാന്ത കാലം രാഹുൽ പുറത്ത് നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ എൻ്റെ സംഘടനാപരമായി കോൺഗ്രസ് വന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിയിൽ നിന്ന് പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മരണം വരെ കോൺഗ്രസ്സുകാരനെ പുറത്ത് നിൽക്കും. എനിക്ക് ആകെയുള്ളൊരു വിഷമം, എന്നെ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ പാർട്ടി എന്നോട് ചോദിച്ചില്ല, എന്നെ കേട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അത് പരാതിയല്ല കേട്ടോ. നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഫോക്കസ് അതാകരുത്, ടാഗ്ലൈൻ അതാകരുത്. രാഹുലിന് വിഷമമുണ്ട്, കേട്ടില്ല, അതല്ല. എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോൾ. എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടായ കോൺഗ്രസ്സുകാരാണ് ഞാൻ. കാരണം ഒരു പാർട്ടിക്കാരെ താങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിഷ്മെൻറ്റാണ് സംഘടനയുടെ ഭാഗമല്ലാതെ അയാൾ പുറത്തായി നിൽക്കുക എന്ന് പറയുന്നത്. അതാണ് എന്നെ ഏറ്റവും തകർത്ത, എനിക്ക് ഏറ്റവും പേഴ്സണൽ വിഷമം ഉണ്ടായത്. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല. പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ്. പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെൻറ് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പം ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷമമൊന്നും പാർട്ടി കണ്ടില്ലല്ലോ, ഒരു പ്രയാസമില്ല. കണ്ടില്ലേ, ഇവിടെ സീറ്റ് കൊടുത്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് വിളിച്ചില്ലെങ്കിലോ എന്തോ ആയിക്കോട്ടെ, ഒന്ന് മാറ്റി നിർത്തിയാലോ ഉടനെ മറുകണ്ഠം ചാടി പോകുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഒരു പാർട്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് സീറ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സീറ്റ് കൊടുക്കത്തില്ല, സീറ്റ് കിട്ടത്തില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും മറുകണ്ഠം ചാടി പോകുന്ന ആളുകളെയാണ്, നേതാക്കന്മാരെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ രാഹുൽ എന്നൊരു വ്യക്തി അതല്ല. അതാണ് ഒരു യഥാർത്ഥ ഒരു പാർട്ടിക്കാരൻ, കറകളഞ്ഞ ഒരു പാർട്ടിക്കാരൻ എന്ന് രാഷ്ട്രീയ നേതാവെന്ന് പറയുന്നത് അല്ലേ. സ്വന്തം പ്രസ്ഥാനത്തിന് ഇനി എന്തൊക്കെ സംഭവിച്ചാലും സ്വന്തം പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുക എന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അതുപോലെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനൊരു ആരോപണം വന്നപ്പോഴത്തേക്ക് മാറ്റി നിർത്തിയ ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ എന്തുകൊണ്ട് ശശിക്ക് സീറ്റ് കൊടുത്തു? എന്തുകൊണ്ട് ശശിക്ക് സീറ്റ് കൊടുത്തു? അപ്പം അവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. അപ്പം ഇതിനകത്ത് രണ്ടും രണ്ട് നീതിയാണ്.
നമ്മൾ കാണുന്നത് ഇരട്ടത്താപ്പാണ് കാണുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഉറപ്പായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ രാഹുലിൻ്റെ ഇനിയുള്ള നമ്മുടെ വീഡിയോസും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ രാഹുലിൻ്റെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുക്കുന്നത് വരെ ആയിരിക്കണം. അതുവരെ നമ്മൾ പോരാടും. ഞാനും നിങ്ങളൊക്കെ പോരാടണം. കാരണം രാഹുൽ എന്നൊരു വ്യക്തിയെ ഈ ഒരു പ്രസ്ഥാനത്തിന് ആവശ്യമാണ്. ഈ മുമ്പോട്ടുള്ള രാഷ്ട്രീയത്തിന് ആവശ്യമാണ്. നമ്മളെ കേരളത്തിലെ വികസനത്തിനായാലും ഈ പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾക്കും ആക്രമണത്തിനും അനീതിക്കും ഈ രാഹുലിനെ പോലെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് പാലക്കാടിലെ ജനങ്ങൾക്ക് 1.5 കൊല്ലം കൊണ്ട് 3 വീടിൻ്റെ പണി തീർത്താണ് പുള്ളി കൊടുത്തത്. ഇനിയും കിടപ്പുണ്ട് വീട് പണിയാനെ കൊണ്ട്. അപ്പം അതൊക്കെ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ രാഹുൽ എന്നൊരു വ്യക്തി ഈ രാഷ്ട്രീയത്തിൽ വേണം. നമ്മളെല്ലാവരും ആവശ്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.